ഹായ്, നമസ്കാരം. ഉമേഷ് രാമനാട്ടുകര. എല്ലാവരും ഈ വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് മുഖ്യം. എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യൂലേ? അപ്പോൾ എങ്ങനെ കൂടല്ലേ? ഓക്കേടാ. ഞാൻ മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമ കണ്ടു. 10:30 ഷോ ആണ് കണ്ടത്. മോഹൻലാല്, ശോഭന, സംവിധായകൻ തരുൺമൂർത്തി, ഉഷാർ, നല്ല അടിപൊളി എന്താ പറയുക, നല്ല രീതിയിൽ സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്, സംവിധായകൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാല്, ശോഭന കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേക ഫീലാണ്. കോമഡിക്ക് കോമഡി ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ എടുത്ത് പൊളിച്ചു, കാരണം ഒന്നും നോക്കാനില്ല. മോഹൻലാലിന്റെ തനി ശൈലിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ക്യാമറ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, ഒരു രക്ഷയുമില്ല. പിന്നെ ഫൈറ്റ് സീന് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മോഹൻലാലിന്റെ തന ശൈലിയിൽ എന്താ പറയാ, നാടൻ ശൈലി എന്ന് പറയല്ലോ നമ്മൾ, അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ശോഭന, മകനൊക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയാ, മാസ് ഉണ്ട്, എല്ലാം അടിപൊളി. പുലിമുരുകന്റെ ഒരു ഇത് വരുന്നുണ്ട്, വലയക്കൂടെ വാലിബന്റെ ആ സംഭവം വരുന്നുണ്ട്. എല്ലാം ഒരു മിക്സഡ് ആയിട്ടാണ് ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ തനി ശൈലിയിൽ കോമഡി, പിന്നെ മെയിനായിട്ടുള്ള റോള് അംബാസഡർ, ആ നല്ല രീതിയിൽ ആ എന്താ പറയാ, നല്ലൊരു ബ്രില്യൻസ് ആണ്. അതും ആ വണ്ടിയും ഒരു കഥാപാത്രമായിട്ട് നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരു തെറ്റും നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി നല്ല രീതിയിൽ നമ്മൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് പ്രേക്ഷകരെ. പിന്നെ കൂടാതെ തന്നെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയുമില്ല. ഇമോഷനൊക്കെ ലാലേട്ടന് ഇമോഷനൊക്കെ വരുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക് നമ്മൾ എന്താ പറയുക, ആ സിനിമയിൽ ലയിച്ചു പോകും. അതൊക്കെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ്, ഒരു രക്ഷയുമില്ല. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, ഡയറക്ടർ നല്ല ബ്രില്യൻസ് ആണത്. എന്തായാലും പടം എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞാൻ ആ 2.25 മണിക്കൂർ എങ്ങനെ പോയി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചില സിനിമകൾ നമുക്ക് എന്താ പറയാ, അത് വേറെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് തരുമൂർത്തിയൊക്കെ പിടിച്ചിരുത്തി നമ്മൾ ആ സിനിമ ഫുള്ള് ഒരു ലാഗ് അടിപ്പിക്കാൻ നമ്മളെ കൊണ്ടുപോയി. പാട്ടും നല്ല പാട്ടാണ്. എന്തായാലും ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഡയലോഗ്സ് ഒക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ച പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയുമില്ല കേട്ടോ. ലാലേട്ടനൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് വില്ലന്മാര് വേണ്ടത്. ലാലേട്ടനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതാണ് വില്ലന്മാര്. ഓക്കെ, നായകനോടൊപ്പം തന്നെ നമ്മുടെ പ്രതിനായകന്മാരും വരുന്നുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ലാലേട്ടന്റെ തിരിച്ചുവരവ് എന്ന് പറയാച്ചാൽ ഉഷാറ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ലാലേട്ടനെ തുല്യം ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. എന്ത് രസമായിട്ടാണെന്ന് അറിയും ആ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. പിന്നെ കൂടാതെ നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട ഓരോ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനിയും ഞാൻ തീർച്ചയായിട്ടും വരും. ഇതേപോലത്തെ ഓരോ കണ്ടന്റ്സ് ആയിട്ട് ഞാൻ ഇനിയും പറയും. കാരണം നല്ലൊരു സിനിമയാണ്, അതുകൊണ്ട് വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അപ്പൊ ശരി, എന്നാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് മുഖ്യം. ഓക്കെ, താങ്ക് യു.